അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കന്ദക്ക് യുദ്ധം വളരെ പ്രാധാന്യം നേടിയ ഒരു യുദ്ധമായിട്ട് ഇസ്ലാമിലെ ശത്രു എല്ലാവരും ചേരിട്ട് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നതായ മദീനത്തിലേക്ക് ഒരു മദീനത്തെ മേലൊരു അറ്റാക്ക് ആക്കണം, ഒരു ദാലിയാക്കണം ചൊല്ലിയ ഉദ്ദേശത്തിൽ എല്ലാ നിലക്കുള്ള സഞ്ചിങ്ങ കൂട്ട സന്ദർഭത്തിൽ എങ്ങനെ മദീനത്തെ ശത്രുവിനെ തൊട്ട് രക്ഷപ്പെടുത്തി ചില വലിയൊരു ചർച്ച നടന്നപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഐഡിയസ് ഒന്ന് കൊടുത്തു, ഒരു ടെക്നിക്ക്. എന്നിട്ട് അത് വേറൊന്നുമല്ല, മദീനത്ത് ശത്രു അറ്റാക്ക് ആക്കിയ ആ ഭാഗത്തിൽ വലിയൊരു വലിയൊരു ഗുലിയെടുക്കുക. അപ്പോൾ ഗുലിയെടുത്തപ്പോൾ ചെറിയ ഗുലിയല്ല, വലിയ ഗുലി. അപ്പോൾ ശത്രുങ്ങ ഞങ്ങളിലേക്ക് മദീനത്തിലേക്ക് വരുമ്പോൾ ആ ഗുലി ഇരിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ എന്താക്കാം, ഞങ്ങൾക്ക് സുലാഭത്ത് അങ്ങ് ഗുലി കിരിഞ്ഞപ്പോൾ അങ്ങനെ മേൽ ഞങ്ങൾക്ക് പ്രതിദാലിയാക്കാം അവിടെ നബിയെ ചെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ആ അഭിപ്രായത്തെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചത്. സൽമാൻ ഫാരിസി നിങ്ങൾ ഒരു നീഗ്രോ വ്യക്തിയായിട്ട് ഒരു കറുത്ത മനുഷ്യ. അപ്പോൾ സാധാരണയായിട്ട് ഈ കറുപ്പുള്ള ആൾമാർ പിന്നെ ഒരു സ്ഥാന കുറവടിക്കടല്ലേ, കരിയ ബിലിയാശല്ലേ, ആ ഒരു വ്യത്യാസം ഭേദഭാവം വളരെ വ്യാപകമായ സന്ദർഭമായിട്ട് പണ്ടത്തെ കാലം. പക്ഷേ സൽമാൻ ഫാരിസി അങ്ങനത്തെ ഒരു വ്യക്തിയായെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം ചെന്നതായ അഭിപ്രായത്തെ പെർഫെക്റ്റ് ചെന്നിട്ട് സ്വീകരിച്ചിട്ട് യെസ്സാക്കിത്ത് അങ്ങനെ ചുരുക്കത്തിൽ പണി തുടങ്ങിയിട്ട് വേഗത്തിലായിട്ട് എന്താക്കണം, കന്തൊക്കെ തോണ്ടണം. എപ്പോൾ ശത്രുങ്ങ ദാലിയാക്കാൻ ചൊല്ലും സാധ്യമല്ല, അറ്റാക്ക് ആക്കാൻ ചൊല്ലും സാധ്യമല്ല. അതുകൊണ്ട് വേഗ കന്തൊക്കെ ഉണ്ടാക്കണം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആജ്ഞാക്കിയിട്ട് ചുരുക്കത്തിൽ ക്ഷിപ്രമായിട്ട് സ്വരം നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലായിട്ട് ഒരു വലിയൊരു പാരക്കല്ല്, ഒരു ബണ്ടക്കല്ല് ആ ഗുലിയിൽ കൂടെ കെട്ടിത്ത്. അത് നമ്മൾ എടുക്കവും ആവല്ല, അത്രയും പിന്നെ മണ്ണിൻ്റെ അടിഭാഗത്ത് അത് ആണ്ട് പോയിട്ടിരുത്ത്. അങ്ങനെ കുറേ അത് പ്രയത്നമാക്കിയാൽ എടുക്കവും സ്വഹാബത്ത് ആയില്ല, പൊട്ടുപാട്ടോ നോക്കിയാൽ ആയില്ല. ആയിരക്കണക്കിന് സ്വഹാബത്ത് ട്രൈ ആക്കിയാൽ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് വിശേഷം എന്നപ്പോൾ വഅഖദൽ മിഅ്വല വവളഅ റിദാഅഹു നാഹിയത്തൽ ഖന്ദഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മിഅ്വലിൻ്റെ ഒരു പിന്നെ മടു പോലത്തെ ഒരു സാധനം കല്ല് പൊടിയാക്കുന്ന ഒരു ആ ഇരുമ്പടി പിടിച്ചുകൊണ്ട് പോയിട്ട് തൻ്റെ ഷാല് അഞ്ഞവർ പക്കത്ത് വെച്ചിട്ട് എന്നിട്ട് ആ കല്ലിൻ്റെ മേലെ ഒരു അടി കൊടുത്തു. തമ്മത്ത് കലിമാത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല ലാ മുബദ്ദില ലികലിമാതിഹി വഹുവ സമീഉൽ അലീം. ചില പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് ഓതിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയ പാറക്കല്ല്, ആനഗാത്രത്തെ പാറക്കല്ല് ഒരു അടി കൊടുത്ത് സുബ്ഹാനല്ലാഹ്, ആ അടിയോട് കൂടെ അതിലെ ഒരു ഭാഗം പൊടിയായി പോയിട്ടുണ്ട്. ആ ഇത്ര വലിയ പാറക്കല്ല് ഒരു ഭാഗം പൊടിയായിട്ട്. മാത്രമല്ല ഫബരിഖമാ ലർബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ അടിക്കൊണ്ടും അതിലൊരു ഭയങ്കര മിഞ്ചു ഒരു പ്രകാശം ഇങ്ങനെ പുറപ്പെട്ടെത്തു. സാധാരണയായിട്ട് ഒരു ഇരുമ്പിൽ അടിക്കുമ്പോൾ ഒരു തീ ഇങ്ങനെ പുറപ്പെട്ടല്ലേ, അതുപോലത്തെ ഒരു പ്രകാശം പുറപ്പെട്ടെത്തു. എന്നിട്ട് രണ്ടാമതും അതേ ആയത്ത് ഓതിട്ട് പിന്നൊരു അടിയിട്ടിട്ട് അത് അപ്പോൾ പിന്നൊരു ഒരു ഭാഗം പൊടിയായിട്ട്. അങ്ങനെ 3 അടിയോട് കൂടെ ഇടീ ആ ബണ്ടക്കല്ല് പൊടിയായി പോയിട്ട്. അപ്പോൾ നോക്കണം എന്തൊരു ശക്തിയായിട്ട്, എന്തൊരു പവർ, എന്തൊരു എനർജി ആയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരക്കണക്കിലുള്ള സ്വഹാബത്ത് ആവാത്തവർ കാണാൻ ഒരു കാര്യം. ആ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയ ശക്തിശാലി ആൾമാരെന്ന അലി റളിയല്ലാഹു അൻഹു വലിയ ശക്തിശാലി ആൾമാരെന്നെങ്കിലും പോലും നമുക്ക് സാധിക്കാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം 3 അടി കൊണ്ട് പൊടിയാക്കി കൊടുത്തു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മുട്ടയിത്ത് ചെന്ന് നബിയെ, നിങ്ങൾ ഓരോരോ അടി അടിക്കുമ്പോൾ അതിൽ നിന്നിട്ട് ഭയങ്കര പവർഫുള്ളായ മിന്നുടെ ഒരു പ്രകാശം ഇങ്ങനെ പാരി നാ കണ്ടു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്തു സൽമാനെ ആ പ്രകാശ നിങ്ങൾക്കാലി ഒരു പ്രകാശം മാത്രം കണ്ട് ആ പ്രകാശ ഓരോരോ പ്രകാശത്തിൽ നിനക്ക് കിസ്ര കൈസർ അതുപോലെ ഹബഷത്തർ കോട്ട കൊത്തലങ്ങ നിനക്ക് കണ്ടുപോയിട്ട് ചെന്നെങ്കിൽ ഒരടി കടിക്കുമ്പോൾ കിസ്ര പിന്നെ ആ പ്രകാശത്തിൽ കൂടെ കിസ്രയുടെ കോട്ട ഇങ്ങനെ മിഞ്ചിൽ നിനക്ക് കണ്ടുപോയിട്ട് ആ പ്രദേശം നിനക്ക് കണ്ടെത്ത് ജന്നാമത്തെ അടിക്കുമ്പോൾ കൈസറിൻ്റെ കോട്ടയും അതുപോലെ ആ പ്രദേശത്തെല്ലാം പിന്നെ നിനക്ക് ആ പ്രകാശത്തിൽ കൂടെ അള്ളാഹു കാട്ടിത്തന്നു. മൂന്നാമത്തെ അടിയിൽ ഹബഷ പ്രദേശമെല്ലാം നമുക്ക് അള്ളാഹു കാട്ടിത്തന്നു. അങ്ങനെ അത് ഒരു സൂചനയായിട്ട് പിൽക്കാലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഥവാ ഇസ്ലാമിൻ്റെ അണ്ടറിലായിട്ട് അത് ബറ കൊണ്ടുപോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദുആർന്നത് പഠിച്ചവനെ ആ പ്രദേശമെല്ലാം ഞങ്ങൾ അണ്ടറിലാക്കി തരണു, ഇസ്ലാമിൻ്റെ അണ്ടറിലാക്കി തരണു. അങ്ങനെ ചുരുക്കത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ ദുആത്തെ ബർക്കത്തിൽ കിസ്ര കൈസർ അടക്കമുള്ള ഹബഷ പ്രദേശമെല്ലാം പിൽക്കാലത്തിൽ ഇസ്ലാമിൻ്റെ അണ്ടറിലായിട്ട് അത്ര സുലാഭിന്നിട്ടുള്ള ഇന്നത്തെ അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ പോലത്തെ വലിയ ബലാഢ്യ രാഷ്ട്രമായിട്ടെല്ലാം. പക്ഷെ അതെല്ലാം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ കൈവശമായിട്ട് ഇസ്ലാമിൻ്റെ കൈവശമായിട്ട് അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂജിസത്തായിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശക്തി എത്രത്തോളം വലിയ പവറുള്ള മഹാനായിട്ട് ഇത്ര സ്വഹാബത്തുക്ക് സാധിക്കാത്തത് കേവലം ഒരു 3 അടി കൊണ്ടു ആ ബൃഹത്താക്കാലത്തെ പിന്നെ പാറക്കല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊടിയാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയിട്ട് കൽബിൻ്റെ അന്തരാത്തിൽ സ്നേഹിക്കുകയും അവിടുത്തെ സ്നേഹം കൊണ്ട് നാളെ ദുനിയാവും ആഖിറവും സലാമത്താവും തൗഫീഖ് തന്നാണ് ഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം.